ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ഇത് എൻ്റെ പൂജാ റൂമാണ്. ഇന്നത്തെ ദിവസം ഞാൻ പൂജാ റൂമൊക്കെ ക്ലീൻ ചെയ്ത് എല്ലാ ഫോട്ടോസൊക്കെ തുടച്ച് ചന്ദന കുങ്കുമം വെച്ചിട്ട് എല്ലാം ഒന്ന് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അതിന് പ്രത്യേക കാരണം എന്താ വെച്ചാൽ നാളെ വെള്ളിയാഴ്ചയാണ്. പിന്നെ അതും ഇല്ലാமல் നാളെ അമാവാസ കറുത്തവാവാണ്. മറ്റന്നാൾ ആഷാഢ നവരാത്രി വാരാഹി അമ്മയ്ക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ ഫോട്ടോസൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്യണം. 10 ദിവസമായി ഞാൻ ക്ലീൻ ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ബൗൾ വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ സ്വാമി ഫോട്ടോ തുടയ്ക്കാൻ മാത്രം യൂസ് ചെയ്യുന്ന ബൗളാണ്. അതിൻ്റെ സ്വാമി ഫോട്ടോ തുടയ്ക്കാൻ ആ വെള്ളത്തിൽ ഒരു പച്ചക്കർപ്പൂരം ഒരിച്ചിരി പൊടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ജവ്വാദ് എന്ന് പറയും, ആ ജവ്വാദും അതിൽ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം റോസ് വാട്ടറാണ് എടുത്തിരിക്കുന്നത്. ഈ ബോട്ടിൽ ഒരു 12 രൂപയുള്ളൂ, പക്ഷേ കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവും കേട്ടോ. ഈ റോസ് വാട്ടർ ഒരു മൂടി അതിൽ ഒഴിച്ചിട്ടുണ്ട്. ഈ മൂന്നും മിക്സ് ചെയ്തിട്ട് അതിലൊരു തുണി വെച്ചിട്ടാണ് ഞാൻ സ്വാമി ഫോട്ടോ ഒക്കെ തുടയ്ക്കാറ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുടച്ചാലും ഫോട്ടോസ് കേടുവരുമെന്നൊരു പേടിയുണ്ട് എനിക്ക്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് തുടയ്ക്കാനൊരു പേടി. പിന്നെ അതുമല്ല, ഈ മൂന്നും പച്ചക്കർപ്പൂരം, ജവ്വാദ്, റോസ് വാട്ടർ ഇത് മൂന്നും മിക്സ് ചെയ്ത് ഫോട്ടോ തുടച്ചാലോ സ്വാമിയുടെ ഷെൽഫ് തുടച്ചാലോ ആ നറുമണ്ണുണ്ടല്ലോ നന്നായിട്ടുണ്ടാവും. തുടയ്ക്കണ ജോലി മാത്രമല്ല എന്നുള്ളത്, വാരാഹി അമ്മയുടെ ലക്ഷ്മി ദേവിയുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഗ്രാമ്പൂ മാല, മഞ്ഞൾ മാല ഇതെല്ലാം വേഗം മാറ്റണം. ഇന്ന് 2 ഗ്രാമ്പൂ മാല ഒക്കെ ഞാൻ ഇന്ന് രാവിലെ തന്നെ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മഞ്ഞൾ മാല മാത്രം ഇനി വൈകുന്നേരം വിളക്ക് വെക്കുന്നതിൻ്റെ മുന്നേ അത് മാത്രം ഒന്ന് റെഡിയാക്കി വെക്കാനുണ്ട്. എന്തായാലും സ്വാമി ഫോട്ടോവും പൂജാറൂമും തുടയ്ക്കൽ കഴിഞ്ഞു. ഇനി നമുക്ക് വിളക്കിലേക്ക് പോവാം. വിളക്കിൽ ചന്ദന കുങ്കുമൊക്കെ ഇട്ടിട്ട് വേല് വെക്കാനുള്ള പ്ലേറ്റിലും പിന്നെ നിലവിളക്ക് വെക്കാനുള്ള കാമാക്ഷി വിളക്ക് വെക്കാനുള്ള പ്ലേറ്റിലെല്ലാം പച്ചരി വെക്കാനൊക്കെ ഉണ്ട്. ആ കുറച്ച് പണികളൊക്കെ നമുക്ക് ആ ചില്ലറ പണി ഇപ്പോൾ ഒന്ന് ചെയ്യാം. ഈ കുങ്കുമം വെക്കണോണ്ടാ എന്താണെന്നറിയില്ല, ചന്ദനം കുങ്കുമം വെക്കുന്ന ആ പ്ലേറ്റിൻ്റെ ആ ഭാഗത്തൊക്കെ എന്തോ കളർ ഡിഫറെൻറ്റ് വരുന്നുണ്ട്. ഒരു ബ്ലാക്ക് ഉള്ള പോലെ ഒരു കളർ ഡിഫറെൻറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ ഇത് സ്വാമിക്ക് വേണ്ടി മാത്രം വെച്ചിരിക്കുന്ന പച്ചരിയാണ് കേട്ടോ. അത് വേറെ ഒന്നിനും എടുക്കാറില്ല ഞാൻ. ഇതെല്ലാം വിളക്കും വെയിലും വെക്കാനുള്ള പ്ലേറ്റുകളാണ്. എല്ലാത്തിലും പച്ചരി നിറച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ അതത് സ്ഥാനത്ത് നമ്മൾ പൂജാ റൂമിൽ ആ വിളക്കൊക്കെ വെക്കാം. വേലിന് വെക്കണ്ടെങ്കിലും വിളക്ക് വെക്കുമ്പോൾ ആ പച്ചരിയുടെ മേലെ ഒരു 5 രൂപ കോയിൻ വെച്ചിട്ട് നിലവിളക്കാണെങ്കിലും കാമാക്ഷി വിളക്കാണെങ്കിലും വെക്കുന്നതാണ് ലക്ഷ്മി ദേവിക്ക് നല്ല ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്ത് വിളക്ക് വെച്ച് നോക്കും, നന്നായിട്ടുണ്ടാവും. ഈ വിളക്ക് വയ്ക്കലും നാമം ജപിക്കലും സ്വാമിയെ പ്രാർത്ഥിക്കലും മാത്രമാണ് ഇന്നൊക്കെ എൻ്റെ ജീവൻ നിലനിർത്താനുള്ള ഒരേ കാരണം. ഫസ്റ്റൊക്കെ വിളക്ക് വയ്ക്കും, സ്വാമി കുമ്പിടും, പ്രാർത്ഥിക്കും, അത്രയേ ഉള്ളൂ. പക്ഷേ ഇതൊന്നും അറിയണ്ടായിരുന്നില്ല. വിളക്കൊക്കെ റെഡിയായി അതത് സ്ഥാനത്ത് വെച്ചിട്ടുണ്ട്. ഇനി നാളെ ബ്രഹ്മമുഹൂർത്തത്തിൽ വെക്കാനുള്ള ഉപ്പ് വിളക്കിനുള്ളത് എല്ലാം റെഡിയാക്കി വെക്കാം കേട്ടോ. അതിനായിട്ട് ഒരു ചെറിയ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്, ഒരു മൺവിളക്ക്, ഒരു മീഡിയം സൈസുള്ള മൺവിളക്ക് എടുത്തിട്ടുണ്ട്, ഒരു കുട്ടി മൺവിളക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ആ മീഡിയം സൈസിലുള്ള മൺവിളക്കിൽ ഉപ്പ് നിറച്ചിട്ട് ഇനി ഒരു ചെറിയ മൺവിളക്ക് വേണം പറഞ്ഞില്ലേ, അതിൽ പച്ചരിയാണ് ഇപ്പോൾ ഞാൻ ഇടുന്നത്. പച്ചരി ഇട്ടിട്ട് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് അതിൽ വച്ചിട്ട് ആ ഒരു എന്താ പറയുക തട്ടുണ്ടല്ലോ, ആ തട്ടിൽ ഉപ്പ് വിളക്കിൻ്റെ ആ മൺവിളക്ക് അതിൽ വച്ചിട്ട് അതിൻ്റെ മേലെ ഈ പച്ചരിയും മഞ്ഞൾപ്പൊടിയുള്ള വിളക്ക് വച്ച് അതിൻ്റെ മേലെയാണ് നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് തിരിയിട്ടിട്ട് വിളക്ക് വയ്ക്കേണ്ടത്. അത് നാളെ രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ ചെയ്യൂ. പക്ഷേ ഇപ്പോഴേ എല്ലാം റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ചെയ്ത് വെച്ചിരുന്നത്. ഇന്നത് ചെയ്യാറില്ല, വെള്ളിയാഴ്ച മാത്രമേ ഞാൻ ഉപ്പ് വിളക്ക് വെക്കാറുള്ളൂ. ഈ പ്ലേറ്റിൽ ഇപ്പോൾ ആ ഉപ്പ് ഇട്ട മൺവിളക്ക് വെച്ചു. അതിൻ്റെ മേലെ ആ പച്ചരിയും മഞ്ഞൾപ്പൊടി ഇട്ട മൺവിളക്ക് വെച്ചു. അതിൻ്റെ മേലെ നമുക്ക് വേണമെങ്കിൽ മൺവിളക്ക് വെക്കാം. പക്ഷേ എൻ്റെ അടുത്ത് ഈ വിളക്ക് ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വിളക്ക് വെച്ചിരിക്കുന്നത് കേട്ടോ. നാളെ രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ വെക്കാനുള്ളതാണത്. പക്ഷേ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ.
ഈ ബൗളിൽ വെച്ചിട്ടുള്ള മാലയാണ് ഇപ്പോൾ ഞാൻ കെട്ടി വെച്ചിരിക്കുന്ന ഗ്രാമ്പൂ മാല. പഴയതൊക്കെ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. പഴയ ഗ്രാമ്പൂ ഒക്കെ എന്ത് ചെയ്യാച്ചാൽ കമ്പ്യൂട്ടർ സാമ്പ്രാണി നമ്മൾ വീട്ടിൽ പ്രിപ്പയർ ചെയ്യാറുണ്ട്. ഞാൻ അതേമാതിരി ചെയ്യണം. ഇന്നത്തെ നിവേദ്യം പാൽപ്പായസമാണ്. ഇന്ന് വാരാഹിയമ്മയുടെയും അതേപോലെ തന്നെ സായിബാബ സ്വാമിയുടെയും ഒക്കെ വിശേഷമായ ദിവസമായതുകൊണ്ട് ഞാൻ പാൽപ്പായസമാണ് ഉണ്ടാക്കിയത്. അതേപോലെ തന്നെ പൂവെല്ലാം വെച്ചിട്ട് വിളക്ക് വെച്ചതിന് ശേഷം അതിൻ്റെ ശേഷമാണ് ഞാൻ സ്വാമിക്ക് വാരാഹിയമ്മയ്ക്കും ലക്ഷ്മി ദേവിക്കും കോർത്ത് വെച്ചിരിക്കുന്ന ഗ്രാമ്പൂമാലയും അതേപോലെ തന്നെ മഞ്ഞൾ മാലയും ഞാനത് പഴയതൊക്കെ മാറ്റി വെച്ചിരുന്നല്ലോ രാവിലെ, അതൊക്കെ പുതിയതായിട്ട് ഇപ്പോഴാണ് സ്വാമിക്ക് ഇട്ട് കൊടുത്തത്. അതേപോലെ തന്നെ വാരാഹിയമ്മയ്ക്ക് ലക്ഷ്മി ദേവിക്കും വെച്ചിരിക്കുന്ന മുല്ലപ്പൂ അതും ഞാൻ കോർത്തത് തന്നെയാണ്. നമ്മുടെ കൈകൊണ്ട് കോർത്തത് സ്വാമിക്ക് ഇടുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ്. എന്തായാലും വിളക്കൊക്കെ വെച്ചിട്ട് നാമൊക്കെ ചൊല്ലിയിട്ട് കുറേ ജോലിയുണ്ട്. ഇനി നാളെ രാവിലേക്ക് നിറയെ ജോലിയുണ്ട്. ഓക്കെ, ബായ്. ഇനിയൊരു വീഡിയോയിൽ കാണാം. ബായ്.